എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ. ആ ശരി ശരി. ഹാപ്പി ക്രിസ്മസ്. ഹായ് ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ക്രിസ്മസിൻ്റെ അന്ന് രാത്രി നമ്മൾ അടുത്തുള്ളൊരു പള്ളിയിൽ പോകണം. വെള്ളയമ്പലം പള്ളി എന്നാണ് പറയുന്നത് കേട്ടോ. അവിടെ നല്ല ലൈറ്റും കാര്യമൊക്കെയാണ്. എല്ലാ വർഷവും ക്രിസ്മസോട് അനുബന്ധിച്ച് എല്ലാ പള്ളികളും നല്ല ലൈറ്റും കാര്യമൊക്കെയാണ്. എന്നിരുന്നാലും നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു പള്ളിയിൽ പോയതാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ ബ്ലോഗിൽ. നമ്മളൊരു 7:30 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരു 15 മിനിറ്റ് യാത്രയുണ്ട് കേട്ടോ ആ പള്ളിയിലേക്ക്. ചെന്നപ്പോൾ നല്ല ലൈറ്റും കാര്യമൊക്കെയാണ്. പക്ഷേ നല്ല സൗണ്ടിൽ സോങ് കിട്ടുന്നു കേട്ടോ. അത് കാരണം നമ്മൾ ഡയറക്റ്റായിട്ട് വീഡിയോ പിടിക്കാൻ പറ്റില്ല. നമുക്ക് കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ വെള്ളയമ്പലം ചർച്ച്. ആദ്യം തന്നെ നമ്മൾ എല്ലാ ചങ്ക് കൂട്ടുകാർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം വിളമ്പുന്ന 1000 ക്രിസ്മസ് ആശംസകൾ. പിന്നെ പള്ളിയിലെ കാര്യം പറയുകയാണെങ്കിൽ തിരക്കെന്ന് വെച്ചാൽ ഒടുക്കത്തെ തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അബിക്കുട്ടനെ പാട്ട് കേട്ടിട്ട് ചെവി അടച്ചിട്ട് അവന് ചെവി പറ്റി നിൽക്കുവാണ്. അത്രയ്ക്ക് നല്ല സൗണ്ടിലാണ് പാട്ടൊക്കെ മ്യൂസിക്കൊക്കെ കേട്ടിരുന്നത് അവിടെ കേട്ടോ. അപ്പം റോഡിലോട്ടൊന്ന് ഇറങ്ങാൻ പോലും വയ്യ, നല്ല തിരക്കായിരുന്നു. ചർച്ചിനോട് ചേർന്ന് വലിയ ക്രിസ്മസ് കൂടാരം ഉണ്ടായിരുന്നു. നമ്മളതിൽ കയറിയില്ല. കാരണം എന്ന് വെച്ചാൽ നല്ല ക്യൂ ആയിരുന്നു, റോഡ് വരെ നിൽക്കുന്ന ക്യൂ. അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. ഞങ്ങൾ ഇപ്പുറത്തെ ഭാഗത്തോട്ട് പോയപ്പോൾ അവിടെയാണ് കച്ചവടക്കാരൊക്കെ ഉള്ളത്. പിന്നെ നമ്മുടെ ഭാഗ്യം പരീക്ഷിക്കുന്ന ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ബോളെറിഞ്ഞ് വീഴ്ത്തുന്നതും വളയം ചുറ്റി എറിയുന്നതും ഒക്കെ സമ്മാനം കിട്ടുന്നു. അതിലൊക്കെ കുറച്ച് നേരം കണ്ടു കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. സൈഷേട്ടൻ കുറച്ചൊക്കെ പറഞ്ഞു തന്നു. 5 ബോൾ നമുക്ക് തരും, 50 രൂപ കൊടുക്കണം. നമ്മൾ ആ ബോൾ അതിലൂടെ ഇങ്ങനെ ഉരുട്ടി വീഴണം. അപ്പോൾ അവിടെ സംഖ്യകൾ എഴുതിയിട്ടുണ്ട്, 1 2 3 എഴുതിയിട്ടുണ്ട്. അപ്പോൾ 5 ബോൾ എത്ര എണ്ണത്തിൽ ചെന്ന് വീഴുന്നു അത് കൂട്ടി എത്രയാണെന്ന് വെച്ചാൽ അതിനുള്ള സമ്മാനം അവർ തരും. അപ്പോൾ ഒരു 35-36 നല്ല സമ്മാനങ്ങളാണ്. TV, നല്ല ഹോം തിയേറ്റർ, അല്ലാതെ ഒരുപാട് ഫാനൊക്കെ ഉണ്ട്. 1-2 കിട്ടുന്നവർക്ക് എല്ലാം കൊച്ചു അതായത് 18-22 കിട്ടുന്നവർക്കെല്ലാം കൊച്ചു ബൗളുകൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഒക്കെയാണ് കിട്ടിയത്. അപ്പോൾ സൈഷേട്ടൻ ചോദിച്ച് ചെയ്യുന്നു. എനിക്ക് ആദ്യം കളിയൊന്നും മനസ്സിലായില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. ആൾക്കാരെന്തൊക്കെ ചെയ്യുന്നു, ചവറുകോരി നല്ല കൊച്ചു പ്ലാസ്റ്റിക് ഡപ്പകളൊക്കെ സമ്മാനമായിട്ട് മേടിച്ചുകൊണ്ട് പോകണം. ഞാൻ ഒന്നും ചെയ്തില്ല, ഞങ്ങൾ അവിടെ നോക്കി നിന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് സമ്മാനങ്ങൾ കേട്ടോ. നിറയെ കളിക്കുന്ന കൊച്ചുങ്ങൾ കളിക്കുന്നതും വലിയവർക്ക് കയറുന്ന സാധനങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ സൈഷേട്ടനാണെങ്കിൽ നമ്മളെ വെറുതെ എല്ലാ ഭാര്യ കളിക്കുവാണ്. ബിന്ദു നമ്മൾ എവിടെയും കയറാൻ പാടില്ല എന്നുള്ള മട്ടാണ്. ഞാൻ ഓരോന്നും ചോദിക്കും, വേണ്ട കയറണ്ട എന്ന് പറഞ്ഞു. അവസാനം അബിക്കുട്ടൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അബിക്കുട്ടനെ കാറിൽ കയറ്റി കേട്ടോ. 40 രൂപ ചാർജാണ് ഓരോ സാധനത്തിനും കയറുന്നതിന് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന ചെല്ലുന്നവർക്ക് നിറയെ പൈസ ആയിട്ട് വരണം. കാരണം നിർബന്ധമുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അബിക്കുട്ടനാണെങ്കിൽ ഭയങ്കര നിർബന്ധമായിരുന്നു. അത് വേണം ഇത് വേണം, അതിൽ കയറണം ഭയങ്കര നിർബന്ധം പിടിച്ച് പിന്നെ ഒരു വിധം നമ്മളെ എങ്ങനെ എത്തിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവരുമായിരുന്നു. കുഞ്ഞുനാളിൽ എനിക്ക് ക്രിസ്മസിനെ പറ്റി ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ സാന്താക്ലോസ് വരും വീട്ടിൽ, നമുക്ക് നിറയെ സമ്മാനങ്ങളൊക്കെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആകെ വിചാരിച്ചിരുന്നു. പിന്നെ വലുതായപ്പോഴാണ് അതൊക്കെ വെറുതെ ആണെന്ന് മനസ്സിലായത്. പിന്നെ നമ്മൾ വളയം എറിഞ്ഞ് സാധനങ്ങൾ മേടിക്കുമല്ലോ, അതാണ്. നമുക്ക് ഇതിലൊന്നും വലിയ ഭാഗ്യമില്ലാത്തതുകൊണ്ട് നമ്മളതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല. തോക്കെടുത്ത് വെടി വെട്ടിച്ചു, ബലൂൺ പൊട്ടിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ട് പോരാൻ നേരത്ത് അബിക്കുട്ടൻ ഐസ്ക്രീം ആണെന്ന് പറഞ്ഞു. പിന്നെ അബിക്കുട്ടനെ ഒരു കോൺ ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. സൈഷേട്ടനാണെങ്കിൽ നമ്മൾ ചോക്കോബാർ മേടിച്ചു കേട്ടോ. ഞാനാണെങ്കിൽ ബോൾ ഐസ്ക്രീമാണ് മേടിച്ചത്. അങ്ങനെ ഞങ്ങളെല്ലാം കഴിച്ചിട്ടു അവിടെ നിന്ന് യാത്രയാവാൻ പോവുകയാണ്.
പോണ വഴിക്ക് അബിക്കുട്ടന് പിന്നെയും നിർബന്ധം പാനിപ്പൂരി വേണമെന്ന് പറഞ്ഞു. പിന്നെ ശേഷം പാനിപ്പൂരി മേടിച്ചു കൊടുത്തു. പാനിപ്പൂരി കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഭയങ്കര ഡാൻസാണ് കേട്ടോ ആള്. അപ്പോൾ എല്ലാം കണ്ടിട്ട് നമ്മൾ തിരികെ പോവുകയാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ പോവുകയാണ്. കാരണം എന്ന് വെച്ചാൽ അബിക്കുട്ടന് ഭയങ്കര നിർബന്ധം കളിപ്പാട്ടങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പം വേഗം നമ്മളവിടെ നിന്ന് എസ്കേപ്പ് ആവുമായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്നിട്ട് നമ്മൾ ക്രിസ്മസിന് സ്പെഷ്യലായിട്ട് നമ്മൾ ചിക്കൻ എടുത്തിരുന്നു. ചിക്കനെ ഫ്രൈ പുരട്ടി വെച്ചിരുന്നു. അത് വീട്ടിൽ വന്നിട്ടാണ് ഫ്രൈ ചെയ്തത് രാത്രി. അപ്പോൾ അതിനൊരു 9 മണിയൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്തു. അത് ചിക്കൻ കറി വെച്ചു. പിന്നെ ഫ്രൈയിൽ കുറച്ച് കറിവേപ്പിലൊക്കെ തൂകി അടിപൊളിയായിട്ട് ഫ്രൈ ഒക്കെ ചെയ്തു. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. പപ്പടം പൊരിച്ചു. ഞങ്ങൾ രാത്രി ചോറ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് നേർന്നുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം രജി. ടാറ്റാ, ബൈ ബൈ.